പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിന് മണപ്പുറം ഫൗണ്ടേഷൻ ഒരു ലാപ്ടോപ്പും ഒരു പ്രൊജക്ടറും നൽകി. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. മണപ്പുറം ഫൗണ്ടേഷൻ CSR ഹെഡ് ശിൽപ ട്രീസ സെബാസ്റ്റ്യൻ പദ്ധതി നിർവഹണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, പ്രിൻസിപ്പൽ നിഷ ജെബി, അഞ്ജു റോസ് പോൾസൺ, PTA പ്രസിഡന്റ് PM മധുപാൽ, PTA വൈസ് പ്രസിഡന്റ് സുനിത ജയരാജൻ, ഹെഡ് മിസ്ട്രസ് CR ഗീത, സ്റ്റാഫ് സെക്രട്ടറി അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. ഇത്രയും വൃത്തിയുള്ള സ്കൂൾ, ഗവൺമെന്റ് സ്കൂൾ അത്യാവശ്യം വൃത്തിയൊക്കെയുണ്ട്. പക്ഷെ ഇവിടെ വന്നു നോക്കിയപ്പോൾ ഞാൻ നമ്മുടെ ഡിവിഷൻ മെമ്പറോട് പറഞ്ഞു, ഇത്രയും ഭംഗിയിലുള്ള സ്കൂൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ചോദിച്ചു. കാരണം ഞങ്ങൾ പല സ്കൂളുകളിലും പോകാറുണ്ട്, പല ഓഫീസുകളിലും പോകാറുണ്ട്. അപ്പോൾ അവിടെ ചെന്നുണ്ടെങ്കിലും വളരെ ഭംഗി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ആ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഇതിനേക്കാളും ഭംഗിയുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ വിദ്യാർത്ഥികളുടെ മുന്നിലേക്ക് വന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി നോക്കുമ്പോൾ നിങ്ങളുടെ ആ സന്തോഷവും, നല്ല മക്കൾ, നല്ല സൗന്ദര്യത്തോടു കൂടിയുള്ള കുട്ടികൾ, നല്ല യൂണിഫോം. നമുക്ക് പ്രത്യേകം എടുത്ത് പറയാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. നമുക്ക് ഗവൺമെൻറ് സ്കൂളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്ഥലമായിട്ടാണ് ആദ്യം കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾ നല്ല യൂണിഫോമൊക്കെ ഇട്ട് നല്ല വൃത്തിയോടെ കൂടി പോകുമ്പോൾ ഈ ഗവൺമെൻറ് സ്കൂളുകളിലെ രക്ഷകർത്താക്കൾ, അതുപോലെ കുട്ടികൾ വളരെ പ്രയാസത്തോടു കൂടി നിൽക്കുന്ന ആ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനേക്കാളും നല്ല വൃത്തിയിലും നല്ല ഡ്രസ്സിലും നല്ല യൂണിഫോമിലും വരുന്ന നിങ്ങളെ കാണുമ്പോൾ അതിയായ സന്തോഷം.